ഹലോ, യുനോയ ഇംഗ്ലീഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ 9 യൂസ്ഫുൾ ഓർ റിയൽ ട്രിക്സ് ഓർ ടിപ്സ് ഫോർ ബാൻഡ് 9. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകളെക്കാളും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ബ്ലാങ്കുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളത്. സോ ബ്ലാങ്കുകൾ ഫില്ല് ചെയ്യുന്നതിന് നമുക്ക് പല ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. പല ചാനലുകളിലും ഇഷ്ടംപോലെ ടെക്നിക്കുകൾ എല്ലാവരും ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ ഞാൻ മറ്റുള്ളവർ ഷെയർ ചെയ്യാത്ത കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ മറക്കാതെ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഏത് പോയിന്റ് ആണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് നോക്കണം. അപ്പോൾ അത് നിങ്ങളുടെ സ്കോർ മേ ബി ലോസ് ആകുന്ന അങ്ങനെയുള്ള പോയിന്റുകളായിരിക്കാം. സോ 9 പോയിന്റുകളും എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡിസ്ക്രിപ്ഷനോട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ മുഴുവനായിട്ട് കാണുക. ഒന്നാമത്തെ ടിപ്പാണ് ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ എന്നുള്ള മൂന്നെണ്ണമാണ്. അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തവർ എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണുക. സോ എ ആൻഡ് ദ എന്നുള്ള 3 ആർട്ടിക്കിൾസ് നിങ്ങളുടെ ബ്ലാങ്കുകൾക്ക് മുൻപ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഉത്തരങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, എ എന്നാണ് നമ്മുടെ മുൻപിലുള്ളതെങ്കിൽ, ക്വസ്റ്റിന് മുമ്പിലുള്ളതെങ്കിൽ, ലിസണിങ്ങിൽ ഓഡിയോയിൽ എ എന്നോ വൺ എന്നോ സിംഗിൾ എന്നോ കാണിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. Create a cover for an dash so they can drop it from a height without breaking it. എന്തോ ഒന്നിനുള്ള ഒരു കവർ ഉണ്ടാക്കണം. സോ കവർ ഉണ്ടാക്കിയതിന് ശേഷം ആ കുട്ടികളെ താഴേക്ക് ഇടുമ്പോൾ അത് പൊട്ടില്ല. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. സോ നമുക്കിവിടെ ബ്ലാങ്കിന് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആൻ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ജനറലി ഒന്ന് ചിന്തിച്ചു നോക്കുക, പൊട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാ, അതിന്റെ കൂട്ടത്തിൽ ആൻ ചേർക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഇതിന്റെ അകത്ത് പൊട്ടുന്ന സാധനങ്ങൾ ചിന്തിച്ചാൽ ഗ്ലാസ് വരും, പോട്ടറി ഐറ്റംസ് വരും, അല്ലേ? സോ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലും ഗ്ലാസും പോട്ടറി ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൂടുതലും പൊട്ടുന്ന സാധനങ്ങളായിട്ട് വരിക. പിന്നെ ഉള്ളത് എഗ്ഗ്, അല്ലേ? പിന്നെ നമുക്ക് വാട്ടർ ബലൂൺ എന്ത് വേണമെങ്കിലും എടുക്കാം, ചോക്ക് എടുക്കാം. പല കുട്ടികളും എൻ്റെ ക്ലാസ്സിൽ പറയുന്ന ഓപ്ഷൻസ് ആണ്. സോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അതിനകത്ത് കൂടുതൽ സ്യൂട്ട് ആകുന്ന എഗ്ഗ് ആയിരിക്കും. കാരണം മറ്റുള്ളതിന്റെ കൂട്ടത്തിൽ ആൻ എന്നുള്ള വേർഡ് സ്യൂട്ട് ആകില്ല. സോ ഐൽസ് തന്നെ നമുക്ക് ഇങ്ങനോട് ഒരു ക്ലൂ തന്നിട്ടുണ്ടാവും, എന്തായിരിക്കും ഉത്തരം എന്ന് ഗസ് ചെയ്യാൻ ഒരു ക്ലൂ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് എ ആൻഡ് ദ എന്നുള്ള വാക്കുകൾ അവർ ബ്ലാങ്കിന് മുമ്പിൽ കൊടുക്കുന്നത്. സോ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ എന്താണ് ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എണ്ണത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത എന്തെങ്കിലും ഒബ്ജക്റ്റോ ആവാം. നേരെ മറിച്ച് എയും ആനും ഉപയോഗിക്കുമ്പോൾ അതൊരു സിംഗിൾ ആയിട്ടുള്ള എന്തോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ പ്ലൂറൽസും സിംഗുലറും തെറ്റാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ 2 കാര്യങ്ങളിലാണ് ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. സോ ഗോ ഫോർ ആർട്ടിക്കിൾസ്. ടിപ്പ് നമ്പർ 2, ലുക്ക് ഫോർ കൗണ്ടബിൾസ്. എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാങ്കുകൾ കവർ ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എയോ ആനോ ഉപയോഗിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ എണ്ണാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും നിങ്ങളുടെ റൈറ്റ് സൈഡിൽ വരിക. സോ അതിന്റെ സിംഗുലർ എന്താണ്, പ്ലൂറൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. ഞാനിപ്പോൾ കുറച്ച് വാക്കുകൾ കാണിക്കാം, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാനിവിടെ കുറച്ച് വാക്കുകൾ കാണിച്ചിട്ടുണ്ട്. സോ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമുക്കും ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ വാക്ക് പീപ്പിൾ എന്നാണ്. പീപ്പിൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പല കുട്ടികൾക്കും സംശയമുണ്ട്. പീപ്പിൾ എന്നുള്ള വാക്ക് പ്ലൂറൽ ആണ്. ഇതിന് സിംഗുലർ വേർഡ് എന്ന് പറയുന്നത് മാൻ, ഇൻഡിവിജ്വൽ അങ്ങനെയുള്ള വാക്കുകളാണ്. പീപ്പിൾ എപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ ജനം. പല കുട്ടികളും പീപ്പിൾ സിംഗുലറും പീപ്പിൾസ് പ്ലൂറൽ ആണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ പീപ്പിൾസ് എന്നൊരു വാക്കില്ല. പീപ്പിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് PEOPLE' ആണ്. ജനങ്ങളുടെ എന്ന് കാണിക്കാനാണ് പീപ്പിൾസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. സോ പീപ്പിൾ എന്നുള്ളത് പ്ലൂറലാണ്. അതുപോലെ ക്രൗഡ്, ഞാൻ ചോദിക്കുമ്പോൾ പല കുട്ടികളും തെറ്റിച്ചു പറയുന്ന ഒരു വാക്കാണ് ക്രൗഡ് എന്നുള്ളത്. ക്രൗഡ് പ്ലൂറൽ ആയിട്ടാണ് പലരും പറയാറ്, പക്ഷെ ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം ജനക്കൂട്ടം എന്നാണ്. നമ്മൾ ജനക്കൂട്ടങ്ങൾ എന്ന് പറയാറില്ല പൊതുവെ, കേട്ടോ. അതുകൊണ്ട് ക്രൗഡ്സ് എന്നൊരു വാക്ക് ഇല്ല, നമ്മൾ ഉപയോഗിക്കാറില്ല ക്രൗഡ്സ് എന്നുള്ള വാക്ക്. അടുത്തത് ഫ്ലവർ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നേ, സിംഗുലർ ആണ്, പൂക്കൾ എന്ന് പറയുന്നതാണ്. ഇനി ബൊക്കെ പറയുമ്പോൾ പല കുട്ടികളും പറയാറുള്ളത് ഇത് പ്ലൂറൽ ആണെന്നാണ്. പക്ഷെ അതിനകത്തൊരു തെറ്റുണ്ട്. ബൊക്കെ നമ്മൾ ഫ്ലവർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബൊക്കെ പ്ലൂറൽ ആയിട്ട് തോന്നുന്നത്. ഫ്ലവർ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ഈ ഫ്ലവർ വെച്ചിട്ട് ചെയ്യുന്ന വേറൊരു ഐറ്റമാണ് ബൊക്കെ. സോ ബൊക്കയിൽ ഒരു പൂവായിരിക്കാം,
10 പൂവായിരിക്കാം, 100 പൂവായിരിക്കാം. നമ്മൾ ആ ഫ്ലവറിന്റെ എണ്ണം നോക്കിയിട്ടല്ല ഒരിക്കലും ബൊക്കെ എന്ന് വിളിക്കുക. ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ നമ്മൾ ബൊക്കെ എന്ന് വിളിക്കുക, ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ബൊക്കെ എന്ന് വിളിക്കുക. സോ ഇതും സിംഗുലർ ആണ്. പല കുട്ടികളും പ്ലൂരൽ എന്ന് പറയാറുള്ള ഒരു വേർഡാണ്. പിന്നെ ഒരു വാക്കുണ്ടോ, ചിൽഡ്രൻ. ഈ ചിൽഡ്രൻ എന്ന് പറയുന്ന വേർഡ് പ്ലൂരൽ ആണ് കേട്ടോ. ഇതിന്റെ സിംഗുലർ ചൈൽഡ് എന്നാണ്. കുട്ടികൾ തിരിച്ചു പറയുന്ന കുറച്ച് വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. ഇവിടെ അതുപോലെ ഡേറ്റ എന്നുള്ള വാക്കും പ്ലൂരൽ ആണ്. ഡേറ്റ പലരും സിംഗുലർ ആയിട്ട് ചിന്തിക്കാറുണ്ട്, പക്ഷെ ഡേറ്റ എന്നുള്ള വാക്ക് പ്ലൂരൽ ആണ്. ഇതിന്റെ സിംഗുലർ ഡേറ്റം എന്നാണ്, ഡേറ്റം. സോ ഇതിന്റെ സിംഗുലർ ചൈൽഡ് എന്നാണ്, ഇവിടെ ഡേറ്റം എന്നാണ്, DITUM, ഡേറ്റം. അങ്ങനെയാണ് വരിക. ഓക്കെ. ടിപ്പ് നമ്പർ 3, അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് വൺ വേർഡ് ഓൺലി. പല കുട്ടികൾക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. വാക്കുകൾ എങ്ങനെയാണ്, 1 വേർഡ് ആണോ 2 വേർഡ് ആണോ എന്ന് ചിന്തിച്ചെടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുക എന്നുള്ള. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സെന്റൻസ് പറയാം. There are about 100 people in the hall. There are about 100 people in the hall. ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കാണിക്കാം. സോ ആ ബ്ലാങ്കിൽ എന്താ ഫില്ല് ചെയ്യാൻ പറ്റാന്ന് നിങ്ങളൊന്ന് നോക്കും. യു ഹാവ് 5 seconds. 5, 4, 3, 2, 1. സെന്റൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. There are about 100 people in the hall. ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 1 വേർഡ് ഓൺലി എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത് 100 എന്നാണ്, HUNDRED. കാരണം 100 എന്നുള്ളതും 100 എന്നുള്ളതും സെയിം ആണ്. സോ നിങ്ങൾ അതിന്റെ ഇടയിൽ 100 എന്നുള്ള വാക്ക് കേട്ടു എങ്കിൽ പോലും നിങ്ങൾക്ക് 100 ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ, 1 വേർഡ് ആൻഡ് ഓർ എ നമ്പർ. ഇതാണ് പൊതുവെ ലിസണിംഗിൽ നമുക്ക് കാണാറുള്ളത്, 1 വേർഡ് ആൻഡ് ഓർ നമ്പർ. ഇതിൽ ആൻഡ് ഓർ എന്താണെന്ന് കുട്ടികൾക്ക് പലർക്കും ധാരണയില്ല. ആൻഡ് ഓർ വരുമ്പോൾ എന്താ വരിക എന്ന് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി. ആൻഡ് ഓർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആൻഡിന്റെയും ഓറിന്റെയും അർത്ഥങ്ങൾ നമുക്ക് ഈ ഫ്രേസിൽ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. സോ 1 വേർഡ് നിങ്ങൾക്ക് ഉത്തരമായിട്ട് ഉപയോഗിക്കാം, ആ നമ്പർ നിങ്ങൾക്ക് ഉത്തരമായിട്ട് ഉപയോഗിക്കാം, വേർഡും ഒരു നമ്പറും കൂടിയുള്ള കോംബോ അതും കൂടെ ഉപയോഗിക്കാം. സോ നിങ്ങൾക്ക് ടോട്ടൽ 3 ഓപ്ഷൻസ് ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് വരും. ഒന്നുകിൽ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു നമ്പർ, അല്ലെങ്കിൽ ഇതിന് രണ്ടിന്റെയും ഒരു കോംബോ. സോ ഇതിന് ഞാനൊരു എക്സാമ്പിൾ ഒന്ന് എഴുതി കാണിക്കാൻ നോക്കിക്കോളൂ. ദ പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ഓൺ ദ 10th of October. ഈ സെന്റൻസിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഓപ്ഷൻസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്ന് October 10 എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 10 October. സോ ഇവിടെ ഒരു വേർഡും വന്നു, ഒരു നമ്പറും വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 എന്ന് വാക്കിൽ എഴുതാൻ പറ്റും, TEN നിങ്ങൾക്ക് വാക്കിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമ്പറിൽ എഴുതാൻ പറ്റും. ഇങ്ങനെ പല പല ഓപ്ഷനിൽ കൂടെ നമുക്ക് ഈ ഉത്തരം ശരിയാക്കി എടുക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 4, ചെക്ക് ദ ആൻസേഴ്സ് ഇഫ് ഇറ്റ് ഈസ് സിംഗുലർ ഓർ ഇൻ ദ പ്ലൂറൽ ഫോം. സിംഗുലർ ഫോമിലാണോ പ്ലൂറൽ ഫോമിലാണോ ഉത്തരത്തിൽ വരേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ചിരിക്കുന്ന ചോദ്യത്തിൽ നമ്മുടെ ബ്ലാങ്കിൽ വരേണ്ടത് എന്താണെന്ന് ഞാനിപ്പോൾ ഓഡിയോ പറയാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഓഡിയോ അയാൾ പറയാൻ പോകുന്ന, മൈ ഫ്രണ്ട് ജോൺ ഈസ് എ റിച്ച് മാൻ, ഹി ഹാസ് എ പോർഷെ കാർ ആൻഡ് ബിഫോർ ദാറ്റ് ഹി ഹാഡ് ബോട്ട് BMW കാർ. ഇവിടെ ഫ്രണ്ട് ജോണിന് 2 കാറുകൾ ഉണ്ടെന്ന് കാഴ്സ് എന്ന് പറയാതെ തന്നെ അവർ പറയുവാണ്. ആദ്യം ഒരു പോർഷെ കാറാണ് തന്റെ ഫ്രണ്ടിനുള്ളത്, പക്ഷെ അതിന് മുമ്പേ അയാൾ ഒരു BMW വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാർ എന്നാണ് അയാൾ എടുത്ത് പറയുന്നത്. സോ കാഴ്സ് എന്നുള്ള വേർഡ് അവർ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റിൽ വന്നിരിക്കുന്നത് ജോൺ ഹാസ് 2 ഡാഷ്. അപ്പൊ 2 എണ്ണം ഉണ്ട്. 2 എന്ന് കാണിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൗണ്ടബിൾസ്, എണ്ണം പറ്റുമെന്ന് നോക്കുക, എണ്ണത്തിന്റെ ആണോ കാണിക്കുന്നത് നോക്കുക. സോ ഇവിടെ 2 എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്, 2. അപ്പൊ നമുക്ക് ഒരിക്കലും കാർന്ന് എഴുതാൻ പറ്റില്ല. അങ്ങനെ കാഴ്സ്, ഓഡിയോയിൽ പറയുന്നതും കാഴ്സ് തന്നെയാണ്. ഐ മീൻ ഓഡിയോയിൽ അയാൾ ഉദ്ദേശിക്കുന്നത് കാഴ്സ് തന്നെയാണ്, പക്ഷെ കാർ എന്നാണ് അയാൾ പറയുന്നത്. നമ്മൾ ഇവിടെ എഴുതേണ്ടത് കാഴ്സ് എന്നാണ്. കാഴ്സ് എന്ന് അയാൾ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കാഴ്സ് എഴുതാൻ പറ്റായക ഇല്ല. കാരണം ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ഇങ്ങനെയുള്ള ട്രിക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. ടിപ്പ് നമ്പർ 5, ലുക്ക് ഇഫ് ദ വേർഡ് ഹാസ് എ ഹൈഫനേഷൻ ഇൻ ഇറ്റ്. ഉത്തരത്തിൽ ഹൈഫൺ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് നോക്കുക. ഹൈഫണിന്റെ ഉപയോഗം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി കാണുക, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഹൈഫൺ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ ഒരു സെന്റൻസ് എഴുതി കാണിക്കാമെന്ന് വായിച്ചോളൂ. ദിസ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ഫോർ ഓൺലി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. ഇവിടെ ബ്ലാങ്കിൽ ഫസ്റ്റ് ഇയർ എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. ഫസ്റ്റ് ഇയർ 2 വാക്കുണ്ട്. നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 1 വേർഡ് ഓൺലി ആണ്. സോ ഒരു വാക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ 2 വാക്ക് കേട്ടിട്ടുണ്ട്, നമുക്ക് വേറെ രീതിയിലും ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് ഫസ്റ്റിന്റെയും ഇയറിന്റെയും ഇടയിൽ ഹൈഫൻ ഇട്ട് എഴുതാൻ പറ്റും. ദിസ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ഫോർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഓൺലി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റും ഇയറും ഒരുമിച്ച് എഴുതാൻ പറ്റും. നടുക്ക് ഒരു ഹൈഫൻ ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ.
സോ ഹൈഫൺ എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ എൻ്റെ വീഡിയോസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വേണ്ടാത്തവർ ലിങ്ക് ഞാൻ താഴെ തന്നേക്കാം, താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണുക. ടിപ്പ് നമ്പർ 6, പാർട്സ് ഓഫ് സ്പീച്ച് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നൗൺ ആണോ, വെർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, എന്താണ് ആ പാറ്റേണിൽ നമുക്ക് തന്നിട്ടുള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എക്സാമ്പിൾ കാണിക്കാം, ഒന്ന് നോക്കിക്കോളൂ. ബിൽഡ് കാർസ്, ട്രക്സ് ആൻഡ് ഡാഷ്. സോ ആൻഡ് നമുക്കറിയാം, ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണോ അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറുള്ള കാര്യങ്ങളാണ് വലതുവശത്ത് വരുന്നത്. അത് കാണിക്കാനാണ് നമ്മൾ ആൻഡ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. സോ ബിൽഡ്, കാറും ട്രക്ക്, ഈ രണ്ട് കാര്യങ്ങളുണ്ട്, കാർ ആൻഡ് ട്രക്ക്. സോ കാറും ട്രക്കും നമുക്ക് നൗൺ ആണെന്നറിയാം. സോ ആൻഡിന് അപ്പുറത്തും എന്തേ വരുള്ളൂ, ഒരു നൗൺ ഫോമേ വരുള്ളൂ. ബട്ട് ഇവിടെ ബിൽഡ് കാർസ്, ട്രക്സ് രണ്ടും പ്ലൂറൽ ഫോമിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആൻഡിന് ശേഷവും ഒരു പ്ലൂറൽ ഫോം തന്നെയായിരിക്കും വരിക. ഒരു എക്സാമ്പിളോടെ കാണിക്കാം. ബിൽഡ് ഡാഷ് ആൻഡ് പ്രോഗ്രാം. അപ്പോൾ ബിൽഡ് വന്നിട്ടുണ്ട്, കോമായിട്ട് ഡാഷ് വന്നിട്ടുണ്ട്, ആൻഡ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. സോ ബിൽഡും പ്രോഗ്രാമും രണ്ടും വെർബുകളാണ്, ആക്ഷനുകളാണ്. പോരാത്തതിന് അവിടെ ആൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നടുക്കാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സോ നടുക്ക് വരേണ്ടതും ഒരു ആക്ഷൻ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് ആൻഡ് ഇടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പാറ്റേൺസും ശ്രദ്ധിക്കുക, അങ്ങനെ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ എളുപ്പമായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 7, സ്പെല്ലിങ്ങുകൾ ശരിയാണെന്ന് ചെക്ക് ചെയ്യുക. ഒരേപോലെ സൗണ്ട് ചെയ്യുകയും എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുകളുള്ള വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് തരാറുമുണ്ട്, പക്ഷെ കൂടുതലും കുട്ടികൾക്ക് ഇത് സെൻസ് ചെയ്യാൻ പറ്റാറില്ല. ഫോർ എക്സാമ്പിൾ സ്റ്റേഷനറി, 2 സ്പെല്ലിങ്ങുകളുണ്ട് സ്റ്റേഷനറിക്ക്, ERYയും ARYയും, അങ്ങനെയുള്ള ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ഡയറി, അങ്ങനെ ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. ഓക്കെ, DAIRY ഉണ്ട്, DIARY ഉണ്ട്. സോ അത് ഏത് ഡയറിയാണ് വരാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള വാക്കുകളുടെ സ്പെല്ലിംഗ് കൃത്യമായിട്ടാണ് നമ്മൾ എഴുതുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്പെല്ലിങ്ങിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, അവർ പറയുമ്പോൾ, ഇപ്പോൾ അഡ്രസ് ഒക്കെയാണ് പറയുന്നെങ്കിൽ ആ പറയുന്ന വാക്കിലുള്ള എന്തെങ്കിലും ഒരു വാക്കിലുള്ള സ്പെല്ലിങ്ങുകൾ സൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാത്തതുണ്ട്. ഫോർ എക്സാമ്പിൾ അക്കൻറ്റെയിൽ എന്ന് പറയുന്ന ഒരു വാക്കിൽ അവർ പറയുകയാണ് ഇറ്റ്സ് AKENT. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഡി ആണോ ടി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റാറില്ല. സോ യു നീഡ് മോർ ട്രെയിനിങ് ഓൺ ലിസണിങ് ഓൺ ദാറ്റ്, ഓൺ ആൽഫബറ്റ്സ് ഓൺലി. സോ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബോൾഡ് വോയിസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, കുറെ കൂടെ നല്ല രീതിയിൽ നമുക്ക് പ്രൊനൗൺസിയേഷനും സൗണ്ടുകളും കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു ആപ്പാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പറയുമ്പോൾ സ്പെല്ലിംഗ് അവർ കറക്റ്റ് തന്നെയാണോ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് അവർ പറയുന്നത് തന്നെയാണോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. ടിപ്പ് 8, ഷേപ്പ് ഓഫ് ലെറ്റേഴ്സ്. എഴുതുമ്പോൾ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലും പേര് ഓവർലുക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അക്ഷരങ്ങളുടെ ഷേപ്പ്. പല അക്ഷരങ്ങളും നമ്മൾ സാധാരണ എഴുതുന്ന പോലെയാണ് കുട്ടികൾ എഴുതാറുള്ളത്. അങ്ങനെ എഴുതരുത്. അച്ചടി പോലെ, ശരിക്കും നിങ്ങൾ പടം വരയ്ക്കുന്ന പോലെ വേണം അക്ഷരങ്ങൾ എഴുതാനായിട്ട്. എ ആണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ തന്നെ എഴുതുക. നമ്മൾ കാലിഗ്രഫി പോലുള്ള ഷേപ്പുകളിലൊന്നും നമ്മൾ എഴുതി ശീലം ഉണ്ടാവും, അങ്ങനെയുള്ളൊന്നും എഴുതാതിരിക്കുക. ഓ കൃത്യമായിട്ടുള്ള റൗണ്ടാക്കി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ P, F, E ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതേണ്ടതാണ്. കാരണം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വര കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഈ അക്ഷരങ്ങൾക്ക് വ്യത്യാസം വരാം. നിങ്ങൾക്കറിയാം, ഇത് കമ്പ്യൂട്ടറാണ് ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ മാത്രമാണ് കമ്പ്യൂട്ടർ വാല്യുവേറ്റ് ചെയ്യുക. അല്ലാത്ത അക്ഷരങ്ങൾ ഫോറിൻ ലെറ്റർ ആണെന്നുള്ള രീതിയിൽ കൺസേൺ ചെയ്തിട്ട് അത് തട്ടിക്കളയും, തെറ്റായിട്ട് മാർക്ക് ചെയ്യും. സോ നിങ്ങൾ ഉത്തരം ശരിയായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ളതും എഴുതിയതെന്നുള്ളതും നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് വരില്ല. ഇത് എഴുതി വൃത്തിയായിട്ട് എഴുതിയാൽ മാത്രമാണ് കമ്പ്യൂട്ടർ ഇത് വാല്യൂ ചെയ്തിട്ട് ശരി ഉത്തരം നൽകുകയുള്ളൂ. സോ അക്ഷരങ്ങളുടെ ഷേപ്പ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി അവസാനത്തെ ടിപ്പ് നമ്പർ 9, ചെക്ക് ഫോർ പ്രിപ്പൊസിഷൻസ് ആൻഡ് കൺജങ്ഷൻസ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ടും വാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും IELTS നമുക്ക് ഇഷ്ടം പോലെ ക്ലൂകൾ തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് ഈ പറയുന്ന പ്രിപ്പൊസിഷൻസ് അല്ലെങ്കിൽ കൺജങ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഫോർ എന്നൊരു വാക്കാണ് ബ്ലാങ്കിന് തൊട്ട് മുമ്പ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനുശേഷം ഒരു വെർബിന്റെ ING ഫോം ആയിരിക്കും വരാം. സോ ഫോർ ഗോയിങ്, ഫോർ പ്രിപ്പയറിങ്, ഫോർ ഡൂയിങ്, ഇങ്ങനെയൊക്കെ ING ഫോം ആയിരിക്കും വരാം. നേരെ മറിച്ച് ഒരു ടു എന്നുള്ള വേർഡാണ് ബ്ലാങ്കിന് തൊട്ട് മുമ്പിൽ നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ ഒരു വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും വരാം. ടു സീ, ടു ഗോ, ടു ഡു, ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇനി നേരെ മറിച്ച് ഫ്രം എന്നുള്ള സ്ഥലങ്ങളെ കാണിക്കുന്ന വാക്കുകളാണെങ്കിൽ അവിടെ ഒരു നെയിം ആയിരിക്കും വരിക. ഫ്രം കാനഡ, ഫ്രം മൺഡേ, ഇങ്ങനെയുള്ള പേരുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ വരിക. അതുപോലെ ബൈ, ഓഫ്, ഇൻ, അറ്റ്, അഗൈൻസ്റ്റ്, ടുവേർഡ്സ്, എബൌട്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ പ്രിപ്പോസിഷൻസ് IELTS ലിസണിങ്ങിൽ അവർ ഉപയോഗിക്കാറുള്ളതാണ്.
സോ പ്രിപ്പോസിഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലും ബ്ലാങ്കുകൾ ഉത്തരങ്ങൾ ശരിയാക്കി എടുക്കാം. പ്രിപ്പോസിഷൻസ് കൃത്യമായിട്ടൊരു ക്ലാസ് ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തേക്കാം 2 ദിവസത്തിനുള്ളിൽ. സോ അതും കൂടെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ എല്ലാ ബ്ലാങ്കുകളും ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് തന്ന ഈ 9 ടിപ്പുകൾ, 9 സ്ട്രാറ്റജിക് ഐഡിയാസ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ബ്ലാങ്കുകളും ശരിയാക്കി ഒരു 99.9 ആക്യുറസിയിൽ ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം IELTS പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഈ ഒരു ക്ലാസ് തന്നെ ധാരാളം മതിയാവും. സോ IELTS പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ബെസ്റ്റ് വിഷസ്.